രാവിലെ നേരെ കറക്റ്റായിരുന്നു. നോക്കാതെ നമസ്കാരം. അങ്ങനെപ്പോഴത്തെ വിജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുടിക്കഞ്ഞ് വന്നയുള്ള ഒറ്റക്കഞ്ഞ് ചെന്നങ്ങളും നല്ല തണുപ്പല്ലേ? നല്ല രസമുണ്ട്. നല്ല തണുപ്പുണ്ടായി, നല്ല രസമുണ്ടല്ലേ? കുളി കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ഒത്തിരി തണുപ്പ് ഇഷ്ടമല്ല. ഈ തണുപ്പ് കുഴപ്പമില്ല. അമ്മ ഞാൻ മീൻ കണ്ടിക്കാൻ പോവാ. ഞാൻ കായലിൽ പോയിട്ട് കുറച്ച് കായലിലെ മീൻ മേടിച്ചോണ്ട് മീൻ എന്താന്ന് കാണിച്ചു തരാവേ. ഒരു ചെമ്പല്ലി വന്നു കേട്ടാ പുള്ളി. ചെമ്പല്ലി, ചെറിയ ചെമ്പല്ലി. ആ, അങ്ങോട്ട് കൊണ്ടുപോവേ. കണ്ടോ? കൊള്ളാവോ? അത് ചുമ്മാ പുള്ളി 50 രൂപ കൊടുത്തു. അങ്ങനല്ല, മൊത്തത്തിൽ വില പറഞ്ഞു. അന്നേരം ഞാൻ അതും കൂടി ഇട്ടുതരാൻ പറഞ്ഞു. ഇഷ്ടംപോലെ മീൻ കുറവാണ് ഇപ്പം. എന്നാലും ചെമ്പല്ലി നമുക്ക് വറുത്ത് നോക്കാം. വാഴയില വെച്ച് പൊള്ളിച്ചാലോ? അപ്പോൾ ഞാനും കൂടെ മീൻ കണ്ടിക്കാൻ സഹായിക്കട്ടെ അമ്മേനെ കേട്ടോ. മീൻ കണ്ടിച്ചിട്ട് വരാം കേട്ടോ. മീനും കാണിച്ചു തരാം. ചെറിയ ഞുണ്ണായും പ്രാച്ചിയും കാരലും അങ്ങനെയുള്ള കായൽ മീനുകൾ. വറുക്കാതെ കറി വെക്കാൻ. ഓക്കെ, ചെമ്പല്ലി നമുക്ക് വറുത്ത് തന്നെ. ചെമ്പല്ലി വറുത്താലേ ടേസ്റ്റ് ഉള്ളൂ, കറി വെച്ചാൽ അത്ര ടേസ്റ്റ് ഇല്ല. ഓക്കെ, ഞാൻ കണ്ടിച്ചിട്ട് വരട്ടെ. അപ്പം ഞങ്ങൾ രാവിലെ പരിപാടി കുറേ ദിവസമായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഞാൻ തിരുവനന്തപുരം യാത്രയൊക്കെ പോയി. ഞങ്ങളുടെ ചേട്ടന് വയ്യാണ്ട് തിരുവനന്തപുരം ഹോസ്പിറ്റലിലാണ്. പൊട്ട് തൊടണോ? ഓ, പൊട്ട് തൊടണം കേട്ടോ. തനിയാ പൊട്ട് തൊട്. അമ്മ അവിടെ വെക്കമ്മ, ഞാൻ കണ്ടിക്കാമ്മ. ഞാൻ കണ്ടിച്ചോളാം. അമ്മ കറി വെക്കാനുള്ള ഉള്ളിയൊക്കെ റെഡിയാക്കി. ഞാൻ മീൻ കണ്ടിച്ചോളാം. അവിടെ വെക്കുന്നത്. ആ ചേച്ചി പൊട്ട് തൊടാൻ പോട്ടോ. രാവിലെ ഞാനിവിടെ കിടക്കുമായിരുന്നു. എനിക്ക് ചെറിയ ക്ഷീണം പോലെ. അപ്പം ഇവിടെ തനിയെ ഇരുന്ന് എൻ്റെ കൂടെ ഇരുന്നിട്ട് ഇവിടെ നിന്ന് പൊട്ട് തൊട്ട്, എന്നിട്ട് എന്നെ വിളിച്ച് കാണിക്കുമായിരുന്നു. ഞാൻ പൊട്ട് തൊട്ട് കാണിക്ക്, വീഡിയോ എടുക്ക്, കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. ഫ്രണ്ട് ക്യാമറയിൽ വെച്ച് തരണോ? നോക്കിയിടാൻ വേണ്ടല്ലോ. നിന്റെ ഫോൺ ഫ്രണ്ട് ക്യാമറയാ? എന്തോ വാ ബോക്സിങ്ങാ താടി ബോക്സ് താടി. അപ്പൊ നമ്മുടെ ലിജി സ്വന്തമായിട്ട് സിന്ദൂരം ഇടാൻ പോകാം കേട്ടോ. പിന്നെന്തോ പൊട്ട്. പൊട്ട് ശിങ്കാർ ഇടാൻ പോവാം. കാണാവോ? മോൻ കാണാവോ? ആ, എന്നാ ഇട്ടോ. റെഡി ഇട്ടോ. അപ്പോൾ ഇനി സംഭവം ഇന്ന് 27-ാം തീയതി 3 ദിവസം കൂടെ ഉള്ള അമ്മയുടെ ഹോസ്പിറ്റലിൽ പോകാനായിട്ടുള്ള പരിപാടികളും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഹോസ്പിറ്റലിൽ ആവശ്യത്തിനുള്ള പൈസയൊക്കെ എങ്ങനെയാണ് കിട്ടിയത് അങ്ങനെയൊക്കെ കേട്ടോ. അപ്പം അതൊന്ന് വീട്ടിൽ പറയുന്നതായിരിക്കും. അത് വേറൊരു കാര്യം കേട്ടോ. അപ്പം എന്താ പരിപാടി വെച്ചാൽ, അപ്പം മഴയും കാര്യങ്ങളൊക്കെയാണ്. ചിലപ്പോൾ ഞങ്ങൾ ഒരു ദിവസത്തിന് മുന്നേ പോകും കേട്ടോ തിരുവനന്തപുരത്ത്. നിന്നെ മഴയും പിടിച്ചു. രാവിലെ ഇട്ടണക്കാങ്ങിട്ട് രാവിലെ എങ്ങനെ ഇട്ടാ? നോക്കാതില്ലേ ഇട്ടേ? എന്നാ നോക്കാതിരുന്ന നല്ലത്. രാവിലെ നേരെ കറക്റ്റായിരുന്നു. നോക്കാതിട്ട്. ഓക്കെ കീറു കൃത്യം.
കേട്ടോമാ കീറ് കൃത്യം പൊട്ട് ഞാൻ ഇട്ടാ പോലും ഇത്ര സെറ്റപ്പായിട്ട് വരത്തില്ല കേട്ടോ. നീ നോക്ക് മൊബൈലിൽ നോക്ക് എങ്ങനെയുണ്ട് കറക്റ്റാണോ? അടിപൊളി. ആം അല്ല അതെ. ഇതിയുടെ കുറെ ഭാഷകൾ ഞാൻ കേൾപ്പിച്ചു തരാവേ. കഴിഞ്ഞ ദിവസം നമ്മളെ ഒരു വിനീത എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ കൊല്ലത്തുള്ള ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പുള്ളിക്കാർ പറഞ്ഞിട്ട് എന്നെ കണ്ണ് നിറഞ്ഞു. ലിജി പറയുന്ന കണക്ക് ആ ചേച്ചിയുടെ ഹസ്ബൻഡ് എല്ലാ കാര്യങ്ങളും പറയും. പോവാന്നേ വരാന്നേ ചേട്ടിയോട് ആ ചേച്ചിയോട് ആ ചേട്ടൻ പറയുന്ന അറിഞ്ഞിട്ട്. അപ്പോൾ ഈ കേട്ടൻ ഭയങ്കര സന്തോഷം തോന്നി. ലിജി ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗമാണല്ലോ ലിജിനെ അങ്ങനെ ഓരോ ലിജി പറയുന്ന കാര്യങ്ങൾ കോപ്പി ചെയ്യുന്നതൊക്കെ. ലിജി പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. കുഴപ്പമില്ല എന്ന് പറയുന്നത് അങ്ങനെ അറിയാം ലിജി, കൊപ്പമില്ല. വേറെന്തോമാ? കുടിച്ചെന്ന് പറഞ്ഞ ചായ കുടിച്ചോന്ന് ചോദിക്കുമ്പോ കുടിച്ചു അങ്ങനെ പറയണം. നമ്മള് പറയുന്നത് നിങ്ങൾക്ക് എല്ലാരെയും കൂടെ എത്താൻ വേണ്ടി പെട്ടെന്ന് പറയുന്നില്ല ചേട്ടോ. കൂച്ചെന്ന് കുടിച്ചെന്ന് പറയുമ്പോ ഇച്ചിരി സമയം എടുക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സ്ട്രെയിൻ ചെയ്യണോ? ഒത്തിരി സ്ട്രെയിൻ ചെയ്താ ഇച്ചിരി സ്ട്രെയിൻ ചെയ്ത് പറയണം. പറയാന്ന് പറയുന്നതിന് പയ്യ പറയാവേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവളുടെ കയ്യിലിരിക്കുന്ന കൃത്രിമ പണികളൊക്കെ. പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ എടുത്താലോ? എന്നാ പിടി മൊബൈല്. മൊബൈല് കാണാൻ ഇഷ്ടം. അമ്മ മീനാണ് നോക്കമ്മ. ഓക്കെ നേരെ മീനൊന്ന് വെട്ടിയിട്ട് വരാം കേട്ടോ. ഓക്കെ ഇട്ടിരിക്കണേ കേട്ടോ. മീന് കാണിച്ചു തരാം കേട്ടോ. മീൻ സംഭവം എന്താണെന്നുള്ള കാണിച്ചു തരാം. ഇതാണ് കേട്ടോ മീൻ. കത്രിക ഉണ്ടായിട്ട് പടപടയെന്ന് വെട്ടാം അല്ലേ? കത്രിക ഒരെണ്ണം വാങ്ങി കേട്ടോ. കുറേ പേര് നമ്മുടെ വീട്ടിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കത്രിക വാങ്ങിക്കണേ കത്രിക. സംഭവം എന്താ വെച്ചാൽ മിക്കപ്പോഴും മറന്നു പോകും ഈ മീൻ വെട്ടാൻ നേരത്തെ ഓർക്കുന്നത്. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം വണ്ടി റെഡിയാക്കാൻ പോയ സമയത്ത് ഈ ഒരു കത്രിക മേടിച്ചേട്ടോ. ഇതിൻ്റെ വില 160 രൂപ കേട്ടോ. ഇതിന് വില. ഭരണിക്കാവിൽ ചോയ്സ് എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ ഒരു ചേച്ചി ഉണ്ട് നമ്മളെ അറിയുന്നത് കേട്ടോ. അപ്പോൾ ആ ചേച്ചീനെ കണ്ട്. അപ്പോൾ അത് ഈ കിടക്കുന്ന മീനുണ്ടോ, ഇതാണ് ചെമ്പല്ലി. നമ്മൾ മീൻ മേടിച്ചപ്പോൾ ആ ചേട്ടൻ നമ്മളെ അറിയുന്നത് ചേട്ടാ, ആ ചേട്ടൻ തന്നെ കേട്ടോ ലിജിക്ക് വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് പ്രാച്ചി എന്ന് പറയും. അതെല്ലാത്ത പ്രാച്ചി എന്ന് തന്നെയാണ് പറയുന്നത്. എന്താ ലിജി കാണണോ? അവരെ ഇപ്പോൾ കൊണ്ടുവരാവേ. പിന്നെ ഇത് ഞുണ്ണ എന്ന് പറയുന്ന മീനാണ് കേട്ടോ. കായലിലുള്ള മീനാണ്. തേങ്ങയൊക്കെ അരച്ച് വെക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ പക്ഷേ ഇന്ന് മുളക് കറിയാണ് വെക്കുന്നത്. ഭയങ്കര ഈച്ച ശല്യം കേട്ടോ. എല്ലായിടത്തും ഉള്ള ഈച്ച ശല്യമാണെന്ന് തോന്നുന്നു. കാരണം ഈ മഴ പെയ്താൽ പിന്നെ ഈച്ച ശല്യം ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. കാരല്. ഇത് കാരൽ എന്ന് പറഞ്ഞ മീനാട്ടോ. നമ്മൾ ഈ മുള്ളൻ എന്നൊക്കെ പറയത്തില്ലേ നിങ്ങൾ വടക്കോട്ട്, അതിൻ്റെ കായലിലെ വേറെ ടൈപ്പ്. കടലിലാകുമ്പോൾ ഇച്ചിരിയും കൂടെ ഇതായിട്ട് വീതി ഉണ്ടാവും, അതിന് നീളം കുറവായിരിക്കും. ആ സൈസ് ഇതിനകത്തുണ്ട്. കായലിലെ കടലിലെ സാധനം ഇതിനകത്തുണ്ട്. പിന്നെ വേറെ മീനിനകത്ത് ഒരു പൂല ഉണ്ടമ്മ. താഴെ കിടക്കുന്നത് താഴെ കിടക്കുന്ന ഒരു പൂല. ഇത് പൂലയാണ് കേട്ടോ. കരിമീൻ്റെ കണക്ക് ടേസ്റ്റ് ഉള്ളൊരു മീനാണ് ഇത്. പൂല എന്ന് പറയും. ഇത് കടലിലും കായലും ഒക്കെ ഉള്ള മീനാണ് കേട്ടോ. ഇത് വെട്ടി തീരുമെങ്കിൽ നാളെ ആവും കേട്ടോ. അപ്പോൾ മീനില്ലാണ്ട് ഇരുന്നു. ഇന്നലെ മീനില്ലായിരുന്നു. അപ്പോൾ ഈ കടൽ മീൻ മേടിച്ചിട്ട് ഒരു ടേസ്റ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ ഞങ്ങൾ മീനൊന്നും ഇല്ലായിരുന്നു. ഉച്ചയായപ്പോഴത്തെ എന്തെങ്കിലും ചോറ് കഴിക്കാൻ എന്തെങ്കിലും കാര്യം വേണ്ടത്. ഈ പൂഞ്ഞാക്കിയുടെ വേറൊരു സൈസ് ഇത് കല്ലരിപ്പൻ എന്ന് പറയുന്നത്. ഇതിനു മുമ്പൊക്കെ ഇത് ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. കല്ലരിപ്പൻ. ഇത് പീര വറ്റിക്കാൻ നല്ല പീര. അത് നമ്മൾ തേങ്ങയും മഞ്ഞപ്പൊടിയും ജീരകവും എല്ലാം കൂടി ഇട്ടിട്ട് അതിട്ട് വേവിക്കുന്ന പീര വറ്റിക്കും. മുളകും പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു ചുള്ളിയും അല്ലേ ചതച്ചിട്ടിട്ട് ഇങ്ങനെ പീര ചതയ്ക്കും. പീര വറ്റിക്കും. അതിന് പറ്റിയിട്ടില്ല മീനാട്ടോ. പിന്നെ ആരോ ചെതമ്പല് ഭയങ്കര ഒരുപാടുണ്ട്. ഭയങ്കര ചെതമ്പല. മീന് മേടിക്കാൻ പോയപ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഫോൺ കൊണ്ടുപോയില്ല കേട്ടോ. കറണ്ട് ഇല്ലാത്ത കാരണം ഉള്ള ചാർജ് കളയണ്ട. എന്തെങ്കിലും വിശേഷങ്ങളെ അറിയിക്കും. കറണ്ട് ഇല്ല കേട്ടോ. നല്ല മഴയാണ്. നാട്ടിലെല്ലായിടത്തും നല്ല മഴയാണെന്നറിയാം. പുറത്തുള്ളവർക്ക് അറിയാൻ സാധ്യതയില്ല. അപ്പം അങ്ങനെയാണ് സംഭവം. അപ്പം ഇതിനകത്തൊരു നന്ദല കിടപ്പുണ്ട്. അതുപോലെ നന്ദലാണോ അത്? ഇത് നന്ദൻ എന്നൊക്കെ പല സ്ഥലത്ത് പറയുന്ന നന്ദലാണ് കേട്ടോ. ഇത് കായലിലാകുമ്പോൾ നല്ല രീതിയിൽ വളരെ മുട്ടയിടാറായ ടൈപ്പായിരുന്നു കേട്ടോ. ആ ഭാഗത്ത് പള്ളക്കാണെന്ന മുട്ടയാ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കായലിൽ നിന്ന് കിട്ടിയ മീൻ. പിന്നെ വേറെ എന്താ മീനുണ്ട്? ഓക്കെ
പ്രാച്ചി തന്നെ പല ടൈപ്പിലുള്ളതുണ്ട് കേട്ടോ. പ്രാച്ചി അടിപൊളി ടേസ്റ്റ് കേട്ടോ. പ്രാച്ചീനെ ഒന്ന് കാണിച്ചമ്മ. ഇത് ഇത്രയും മാത്രമേ ഉള്ളൂ. പ്രാച്ചീനെ ഒന്ന് കാണിച്ചേ. അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇതിന്. തേങ്ങ പച്ചക്കരച്ച് കറി വെക്കാനാ. കരിമീൻ്റെ രുചിയാണ്. കരിമീൻ്റെ രുചിയാണ് സത്യം. കരിമീൻ്റെ രുചിയാണ്. തേങ്ങ പച്ചക്കരച്ച് കഴിക്കാൻ പറ്റിയ കിടില മീനാ. നല്ല ടേസ്റ്റുള്ള മീനാട്ടോ. അപ്പോൾ നമുക്ക് നല്ലതാണ്. അച്ഛൻ പിടിക്കാൻ പോകുന്ന സമയത്ത് ഇതിൻ്റെ വലുത് കൊണ്ടുവരും. ഒന്ന് ഭയങ്കര ടേസ്റ്റാണ്. അച്ഛൻ മീൻ പിടിക്കാൻ പോകും. കായലിൽ മുങ്ങി പിടിക്കും കേട്ടോ. നല്ല താഴ്ചയുള്ള കായലിൽ പോയിട്ട് നല്ല താഴ്ചയിൽ പോയിട്ട് താഴെ പോയി മുങ്ങി പിടിക്കും. അച്ഛനിപ്പോൾ വയ്യാത്തതുകൊണ്ടാണ്. ആവുന്ന കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ നല്ല കിടിലൻ സംഭവങ്ങൾ നിങ്ങളെ കാണിക്കായിരുന്നു. ഇപ്പം അച്ഛന് വെള്ളത്തിലൊന്നും മുങ്ങാൻ പറ്റത്തില്ല. ശ്വാസം മുട്ടലൊക്കെ. കൂടെ മുങ്ങി പിടിക്കാൻ പോകുന്ന ഒരാളുണ്ടായിരുന്നു. അയാള് 4 വർഷമായി മരിച്ചു. അപ്പം അതിനുശേഷം പിന്നെ കായല് വിട്ടിട്ടില്ല. അതെ, അതിനുശേഷം പിന്നെ അതിനെ കായല് വിട്ടിട്ടില്ല. കൂടെ മുങ്ങാൻ പോകുന്നായിരുന്നു. അയാളായിരുന്നു കൊണ്ടുപോകുകയും അടിക്കുക എല്ലാം ചെയ്യുന്നത്. കൂടെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതെ, കൂടെ ഒരാളുണ്ടല്ലോ. കായലിലൊക്കെ പോകുമ്പോൾ കൂടെ ഒരാൾ വേണം. കായലിൽ കുറേ അപകടങ്ങൾ സംഭവിക്കും. കായലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ ജന്നിയില്ലേ ഫിക്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനത്തെ ഒക്കെ സീഷർ അങ്ങനെയും പറയട്ടോ. അതാണ് സംഭവം. ശരിക്കുള്ള പേരെന്ന് തോന്നുന്നു. അത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കായലിലൊക്കെ വെച്ച്, കാരണം തണുപ്പടിക്കുമ്പോഴേ നമ്മുടെ ശരീരത്തിന് വ്യത്യാസങ്ങളുണ്ടാവും. കായലിൽ നല്ല തണുപ്പായിരിക്കുമല്ലോ വെള്ളത്തിന്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുറേ പേർക്ക് നമ്മുടെ ഇവിടെ അപകടം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിനുശേഷം അച്ഛനെ പിന്നെ കായലിൽ ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല. പിന്നെ നമ്മുടെ തോട്ടിലങ്ങനെയുള്ള അച്ഛൻ പോകുന്നത് ഒറ്റയ്ക്ക്. അതിപ്പോഴും ഇപ്പം പോകത്തില്ല. നേരത്തെയൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ പോകുമായിരുന്നു. ഇപ്പം പിന്നെ ഞാനാ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് പോണേ. അച്ഛൻ പോയാലും കൂടെ പോകുന്ന ഞാനാ. ഇതിനെല്ലാം അമ്മ പോകും. ഇത് ഭയങ്കര കടലിലെ പാരയാ. കായലിലും ഉണ്ട്. ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ഒരു മീനായിട്ട് കഴിക്കാം. രുചിയില്ല അതിന്. പക്ഷെ ഇഷ്ടം പോലെ കിട്ടുന്നത്. അപ്പം ഞാൻ പണിയാൻ തുടങ്ങട്ടെ. അപ്പോൾ ഇത് അച്ഛൻ ഒരു കട വരെ പോയാൽ പോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കറിയൊക്കെ സെറ്റപ്പ് ആക്കാം. നമുക്ക് ആ ചെമ്പല്ലിയെ വറുത്തടിക്കാം കേട്ടോ. എണ്ണ കുറച്ച് വറുത്തടിക്കാം. അതാണ് സംഭവം. ഞാൻ രുചിക്കൊച്ചിനെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്ന് ആദ്യം മീനൊന്ന് കാണിക്കട്ടെ. അപ്പോൾ അതെ രുചിക്കൊച്ചി ഞാൻ അവിടെ നിന്ന് എടുത്തോണ്ട് ഇവിടെ വന്നിട്ട് എന്നാ പിടിച്ചോ. മീൻ കണ്ടോ? ചെമ്പല്ലി കണ്ടോ? ചെമ്പല്ലി നോക്കടി. ചെമ്പല്ലി എങ്ങനെയുണ്ട്? കള്ള ഇഷ്ടപ്പെട്ടോ? അപ്പോൾ അവിടെ നിങ്ങൾ വന്നേക്ക് കേട്ടോ. മീനെ കാണാൻ വേണ്ടി ഓടി വന്നതാ. കണ്ടിട്ടെന്നാ പിടിച്ചോ. അപ്പോൾ ഞാൻ മീൻ കട്ട് ചെയ്തിട്ട് അപ്പോൾ ലിജി കൊച്ചിൻ്റെ ഒരു വീഡിയോ ഹാൻഡ് ഓവർ ചെയ്യാൻ പോകാം. ചിരിയൊക്കെ ഹാൻഡ് ഓവർ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഓക്കെ. എന്താ പിടിക്കാം. 2 കൈ കൊണ്ട് പിടിച്ചെടുത്തോ. നീച്ച ശല്യം. കത്രിക ഉണ്ടായിട്ട് നമുക്ക് മീൻ കടിക്കാം കേട്ടോ. വീഡിയോ എടുക്കുന്ന എന്തൊരു വർത്താനം പറയാൻ പറ്റും. ചുമ്മാ ചിരിച്ചാ മതി. തല ഫുള്ള് കാണോ? ഇത്ര എടുത്താ മതിയോ? കളയട്ടെ. അല്ല അമ്മ കഴിയാതെ എവിടെയും നടക്കുന്നതാണോ? ഭർത്താവിനെ കൊണ്ട് മീൻ കണ്ടിച്ചിട്ട് ഭാര്യ കസേരയിലിരുന്ന് വീഡിയോ എടുക്കുന്നു. ഭാര്യ എനിക്ക് മീനൊക്കെ കണ്ടുവയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മീൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചാടി വീഴും. എടുക്കുമ്പോഴേ കച്ചവടക്കാര് ഈ ലേലം വിളിക്കുന്നവർ ഓടി എടുക്കത്തില്ലേ? അതുപോലെ ഇവിടെ മീൻ മേടിച്ചാൽ എനിക്ക് ഓടി വരും അത് വെട്ടാൻ വേണ്ടി. അങ്ങനെ കത്തിയും രുചിയുടെ കയ്യിലിരിക്കും മീൻ കൊണ്ടുവരുമ്പോ. ജീവനുള്ള മീൻ കണ്ടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടല്ല അവിടെ കണ്ടിട്ടില്ലല്ലോ. അത് തന്നെ വീട്ടിൽ മീൻ കണ്ടിക്കാറില്ല. മീനില്ല. മീൻ മേടിക്കില്ല. ഇല്ല. അമ്മയ്ക്ക് മീൻ്റെ മണം ഇഷ്ടമല്ല. അതൊക്കെ ഉടുമ്പില്ല അമ്മ പറഞ്ഞ ഉടുമ്പില്ല. ഉടുമ്പ് പച്ചമീന് ഉടുമ്പുണ്ടെന്ന് അയക്കും. എനിക്കൊന്ന് പച്ചമീനാണ് ഇഷ്ടം.
അല്ല ഞാൻ ഈ മീനെല്ലാം നിനക്ക് ഉണക്കി തരേണ്ടി വന്നത്. എന്നിട്ട് കര വേണം. പൊട്ട് രണ്ടിന് ഇടാൻ പറ്റിയ സാധനം കേട്ടോ. പൊട്ട് നന്ദ പൊടി നന്ദന് പൊട്ട് നന്ദാത്തല്ലേ ഏതാ പൊട്ട് നിന്റെ പൊട്ട അടിപൊളി പൊട്ട സൂപ്പർ പൊട്ട. ഓ എന്ത് കൃതകൃത്യമായിപ്പോയി. ഇടാമോ? ആരാ ഇട്ടത്? ഞാൻ ആ കൊള്ളാം, അടിപൊളി പെട്ടാണ്. ഫ്രണ്ട് ക്യാമറ എടുത്തിട്ടുണ്ടിരിക്കുക. നീ മീൻ വെട്ടുന്നതൊന്നും അല്ല, വീഡിയോ എടുക്കുന്ന കേട്ടോ. സൗന്ദര്യം ആസ്വദിക്കുക. അമ്മ അവിടെ ഒരു പാത്രത്തിൽ വെള്ളം ഇട്ടോ. ചെളിയുണ്ട്. ഞാൻ എടുക്കുന്നു എന്താ കോപം അല്ല കാണണ്ടേ കാര്യം പറയുന്നത്. അടിപൊളി ടേസ്റ്റാ. എന്ത് വെക്കാ തേങ്ങ അരച്ച് കറി അടിപൊളിയാ. നമ്മുടെ അമ്മയുടെ ചാനലില് ഒരു ഞുണ്ണ മാത്രം കറി വെച്ചൊരു വീഡിയോ ഉണ്ട്. അതേതോ ഒരു പഴയ വീഡിയോ, നീ വരുന്നതിന് മുന്നേ ഉള്ള വീഡിയോ. വലിയ ഞുണ്ണ ഇതിന് വളരും. ഇനിയിപ്പോ സീസൺ കഴിഞ്ഞു. നമ്മള് കഴിഞ്ഞ മാസമായിരുന്നു ഞുണ്ണ ഭയങ്കരമായിട്ടുള്ള സീസൺ. അതിന് വളരും. ഇത് ഞാൻ കഴിക്കുന്ന ആദ്യമായിട്ട് കഴിക്കുന്ന എങ്ങനെയാണെന്നറിയോ? അച്ഛൻ ഈ വള്ളത്തെ മണ്ണും കൊണ്ട് പോകുമായിരുന്നല്ലോ. ചാടി വീഴും. വള്ളത്തെ ചാടി വീഴുമായിരുന്നു. ഇത് ചാടി വീഴും. അടുത്തോടെ വള്ളം പോയാൽ ചാടി വീഴും. കൂട്ടത്തോടെ ചാടി വീഴും. കൂട്ടത്തോടെ നടക്കും. അങ്ങനത്തെ ഒരു മീനാണ് ഈ മീൻ. കാണുമ്പോ എനിക്കെന്തോ എന്തോ തന്നിട്ട് നിന്നെ കാണുമ്പോഴാ എന്താന്നറിയാമോ? എനിക്കറിയില്ല. അപ്പൻ എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്താന്ന് അറിയില്ല. ഓർക്കും വരുന്നുണ്ട്. ഒന്നുമില്ല. ഓർക്കും വരുന്നു. കുളിച്ചോണ്ട കൊറേ തുണി വാക്കി വെളിയിലിട്ടായിരുന്നു. അമ്മ തന്നെ ഓടണ്ടേ? അതുകൊണ്ട് വേണ്ട വേണ്ട ഇടണ്ട. മഴ പെയ്ത അമ്മ മനസ്സിലായി. അടുത്ത മാസം കഴിട്ട് ഞാൻ അടിച്ചോളാം. പിന്നെ പറഞ്ഞോടാ, അടുത്ത മാസം പോലെ ഞാൻ ജോലി ചെയ്യണ്ടാന്ന്. അടുത്ത മാസം കഴിയിട്ട് അടുത്ത മാസം കഴിട്ട് അത് വേണേ. രാവിലത്തെ കാപ്പി ഉണ്ടാക്കണേ. ചെയ്യാവേ. എനിക്ക് വയ്യ. അത് തന്നെയല്ല രാവിലെ എനിക്ക് എനിക്കകത്ത് വശവും ഇല്ല. കാപ്പി ഉണ്ടാക്കും വശമില്ല. അമ്മയ്ക്ക് ഇന്നെന്താ വേണേ, നാളെ എന്താ വേണേ ഐഡിയ ഉണ്ട്. എനിക്കതില്ല. കാപ്പി ഉണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്കപ്പല്ല. ഇത്ര നാളും അങ്ങനെയാന്നേ. എനിക്ക് കാപ്പി ഉണ്ടാക്കാൻ മടിയാന്നേ. മടി
കാപ്പി ഉണ്ടാക്കുന്ന അത് മടിക്കുന്ന എന്തിനാണ്? എന്തോ വേണം ഓ, എന്തോരം വേണം. എന്നൊന്നും അറിയത്തില്ലായിരുന്നു. അറിയത്തില്ല. ഇപ്പം കുഴപ്പമില്ല. അറിയാം. ഇനി ഞാൻ ഉണ്ടാക്കുക. ഉം. ഇനി ഞാൻ ഇപ്പൊ അങ്ങനെ അറിയാം. അമ്മ ഉം. ചെയ്യുന്ന ഞാൻ കണ്ടോ? കണ്ടിട്ടുണ്ട്. ആദ്യത്തെ ഉം. അച്ഛമ്മ എത്ര? എട്ട് മണിയാകുമ്പോഴേ ഉം. എനിക്കൊന്ന് എന്തോ ആദ്യത്തെ ആദ്യമൊക്കെ ആ. 8 മണിയാകുമ്പോഴേ എനിക്കൊന്ന്. ഉം. അതുകൊണ്ട് ഇപ്പം അതെ. എന്നാലും അമ്മ ഇപ്പോൾ 8 മണി കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങത്തുള്ളൂ. ഓക്കേ, ആ. അതുകൊണ്ട് അറിയാതെ ഉം. അച്ഛന് ഒരു കുറ്റി പോട്ടെ. പൊട്ട് കൂട്ടനും ഒരു കുറ്റി പൊട്ട് ഉം. എനിക്ക് അമ്മയ്ക്കും കൂടി ഒരു കുറ്റി പൊട്ട് അതുപോലെ അത് ബുദ്ധിപൂർവ്വമാണ് സംസാരം കേട്ടോ. അതുപോലെ ഞാൻ തന്നെ മതി. ഒരു ദിവസം ഉം. ബുദ്ധിപൂർവം എന്താ അമ്മ അല്ല ബുദ്ധിപൂർവ്വം ചെയ്യുകയെന്ന് അപ്പൊ ഒരു ചുമട്ട് തീർന്നല്ലോ നിങ്ങളുടെ രണ്ടും കൂടെ. അപ്പൊ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തീർന്നില്ല. അവരാണ് ഇവിടെ കൂടുതൽ കഴിക്കുന്നത്. അല്ല, പണിയും പറഞ്ഞില്ലേ? പണിയും പറഞ്ഞു. അതെന്താ പണി? ഒരു കുറ്റി പെട്ട് വിട്ടാൽ നിങ്ങളുടെ രണ്ടും കൂടെ. ആ ഉം. അല്ല ഞാൻ കുറച്ച് കഴിക്കത്തോളൂ. കഴിയത്തുള്ളൂ. അതെ. കുട്ടിയുടെ കഴിയത്തുള്ളൂ. പിന്നെ പല ദിവസം ഞാൻ പുട്ട് കഴിക്കാറില്ലല്ലോ. ആ അല്ല ഉം. ഞാൻ പറഞ്ഞേ ഉള്ളേ പറഞ്ഞതേ ഉള്ളടേ. പറഞ്ഞെന്നല്ല പറഞ്ഞ പറഞ്ഞേ ഉള്ളേ. ചോറും കറി വെച്ചോളൂല്ലോ. ചോറും കഴിഞ്ഞില്ലെങ്കിൽ അമ്മ ഈ കാലിന് ചെറുപ്പമില്ലല്ലോ. ഇല്ല ഇല്ല. തല വെട്ടിയാൽ കിട്ടാൻ ഞാൻ പോലെ. വെച്ചോളവേ. എന്തോടി? ഞാൻ ചോറും കറി വെച്ചോളോ? നമുക്ക് മൂന്നാർ കൂടെ എത്ര അരി വേണം? 2 ഗ്ലാസ് വേണ്ട വേണ്ട ഗ്ലാസ് വേണ്ട. വേണ്ട 2 ഗ്ലാസ് വേണ്ട. എന്നാ പിന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പോ 2 ഗ്ലാസ് വേണ്ടെന്ന്. 1.25 1 മതി. 1.5 മതിയോ? ഒരു ദിവസത്തേക്കാണ്. അതെ. ചിക്കത്തേക്ക് മാത്രം. ഉച്ചയ്ക്ക് മാത്രം മതിയല്ലോ. എന്നാലും അതിൽ അധികം വരും. എന്താ? എന്നാലും അധികം വരും അതിൽ. കുറച്ച് വരുവേ. എനിക്ക് ഉച്ചയ്ക്കത്തെ കാര്യം ഒക്കെ അറിയാവേ. വേണ്ട എനിക്കറിയാവേ. ഓരോന്നും ഇല്ല. ഇങ്ങനെ ചെതമ്പ് ഇത് കളഞ്ഞിട്ടേ. ചെറുപ്പരുണ്ടില്ലേ? ചെതമ്പലല്ല ഇത്. അഴക്ക് ഇങ്ങനെ ചുരണ്ടി കളഞ്ഞിട്ട് കട്ട് ചെയ്ത് തല കെട്ടിയത് എങ്ങനെ. ചെമ്പല്ലി കത്തില്ല കേട്ടോ. എനിക്കറിയാവേ. അമ്മ അമ്മ എന്നാ സൂം ചെയ്യാൻ പഠിച്ചില്ലേ? ഞാൻ പഠിച്ചൊക്കെ. ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടല്ലേ അമ്മ പഠിച്ചില്ലേ? അച്ഛൻ വന്നോമാ? അച്ഛനവിടെ കടയിൽ അങ്ങാണ്ട് പോയതാ. ഞാനവിടെ കണ്ടില്ല. ഞാനവിടെ നോക്കി, അവിടെ കാണുന്നില്ല. ഇവിടെ ആരെയും കാണുന്നില്ല. അച്ഛനെയും കാണുന്നില്ല, പാപ്പനെയും കാണുന്നില്ല. എന്താണ് പണ്ടേ മീൻ മേടിച്ചോണ്ട് വരും. കുട്ടത്തിൽ ഞാനും ഇവിടെ ഉള്ള. അപ്പം അമ്മ അച്ഛനും ജോലിക്ക് പോകും. അമ്മ ആഫീസിൽ പോകുന്ന സമയത്ത് അങ്ങനെ അമ്മ ആഫീസിൽ ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ പൈസ തന്നിട്ടോ മീൻ മേടിക്കാനായിട്ട്. ഞാനില്ല കായലിട്ട് അവിടെ പോയി എനിക്ക് മീൻ ചേർത്ത് പൊടിമീൻ മേടിച്ചോണ്ട് വരും. 100 രൂപയ്ക്ക് അന്ന് 100 രൂപ അടുത്ത് ഇഷ്ടംപോലെ മീൻ കിട്ടും. ഇതിനേക്കാൾ മീനുണ്ടാവും. കുട്ടത്തെ കറി വെക്കാൻ ഏൽപ്പിക്കും അവളെ. അവളെന്താ അറിയാം. അപ്പൊ നമ്മൾക്ക് ഈ തോട്ടിലൊക്കെ നല്ല വെള്ളമാണ്. ഓർമ്മയുണ്ടോ? ഉപ്പില്ലെന്ന് വെള്ളത്തിന്. തോട്ടിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. പണ്ടൊക്കെ ഞങ്ങൾ തുണി അലക്കുന്ന പോലെ കുളിക്കുന്ന പോലെ ഈ തോട്ടിൽ, ഈ കാണുന്ന തോട്ടിലെ വെള്ളത്തിലായിരുന്നു. ഇപ്പൊ തോടെല്ലാം മലിനമായിപ്പോയി. നമ്മുടെ ഇവിടെ പിന്നെയും മലിനമായിട്ടില്ല, പക്ഷെ ഉപ്പ് കയറിപ്പോയി. ഈ സുനാമിക്ക് ശേഷം നമ്മുടെ ഇവിടെ എല്ലാം ഭയങ്കരമായി ഉപ്പായിപ്പോയി.
ആ സംഭവം ഞാൻ മീൻ മേടിച്ചോണ്ട് ഉച്ചക്ക് ചോറ് കഴിക്കണമല്ലേ ഞങ്ങൾക്ക്. അച്ഛൻ ജോലിക്ക് പോവും, അമ്മയും ജോലിക്ക് പോവും. അപ്പൊ മീൻ ഒരു കവർ മീനൊക്കെ ഉണ്ടാവും ഞാൻ മേടിച്ചോണ്ട് വരുമ്പോ. നമ്മളെന്താ അറിയോ, കണ്ടിച്ചുണ്ടല്ലോ ഒരു കറിക്ക് ഇത്രയും മീൻ ആയെന്ന് കണ്ടല്ലോ, ബാക്കി അപ്പുറം ഇപ്പുറം ഒക്കെ നോക്കും ആരെല്ലാം ഉണ്ടോന്ന്. എന്നിട്ട് ആ മീനെടുത്ത് തോട്ടിലോട്ട് ഒറ്റ ഇറങ്ങി കണ്ടിക്കാൻ വയ്യാത്തതിന് മീനെടുത്ത് കളയുമായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ അനുഭവിക്കുക. മീനില്ല, അവരവിടെ മീനില്ലല്ലോ. ഇവിടെ വരുമ്പോഴാ മീൻ കഴിക്കുന്നത്. അളിയനാണെ മീനിനോട് അത്ര താല്പര്യമില്ല, മീൻ കഴിക്കത്തില്ല. അളിയനും കഴിക്കത്തില്ല, ശ്രീകുട്ടനും കഴിക്കത്തില്ല. ശ്രീകുട്ടന് വേണം, ദേവന്. ശ്രീകുട്ടൻ അധികം വേണ്ട, വറുത്തതധികം കഴിക്കും. ദേവൻ കഴിക്കും. അവൻ എന്ത് സാധനം അവന് തിരിച്ചടിക്കാത്ത എന്തും കഴിക്കും അവൻ. ഇപ്പൊ അതുകൊണ്ട് കിടന്ന് അനുഭവിക്കുക മീനില്ലാത്ത. അവിടെ അവർക്ക് ആർക്കും അത്ര മീനൊന്നും അത്ര ഇല്ല. പിന്നെ രതീഷ് അളിയനുള്ളത് തോന്നുന്നു മീന് ഭ്രാന്തല്ല, എവിടെ പോയാലും മീൻ മേടിച്ചോണ്ടിരുന്നു. രതീഷ് അളിയന് മീനുള്ള പോയാൽ ഇച്ചിരി മീൻ കൊടുക്കണം. അതേ മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. ഇവിടെ വന്നാലും രതീഷ് അളിയൻ മീനൊക്കെ ഉണ്ട് ഭയങ്കര കാര്യമാണ്. രതീഷ് അളിയ വെച്ചാൽ അനീഷ് അളിയന്റെ അനിയൻ. പുള്ളി ISRL അവിടെ ജോലിയാണ്. ഇപ്പൊ ചെന്നൈയിലല്ല, തിരുനെൽവേലി, തമിഴ്നാട് തിരുനെൽവേലിയില്ല പുള്ളി. പിന്നെ കഴിഞ്ഞ വീടില് കുറെ പേര് രാമിന്റെ രശ്മിയുടെ കാര്യമൊക്കെ ചോദിച്ചാൽ, രാം ഇപ്പൊ പുറത്തിറങ്ങാറില്ല, ഭയങ്കര പഠിത്തമാണോ. അവൻ PSCക്ക് വേണ്ടി ട്രൈ ചെയ്തു. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വിളിച്ചോണ്ട് പോകത്തേ ഉള്ളൂ. അതങ്ങനെ ഫുൾ ടൈം പഠിത്തമാണ്, വൈകുന്നേരം അതിന് പഠിത്തമാണ്, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ. രശ്മി പിന്നെ ജോലിക്ക് പോകുന്ന കാരണം അവൾ ഇങ്ങോട്ട് അങ്ങനെ വരാറില്ല. വന്നാലും രാത്രിയിലൊക്കെ വന്നിട്ട് അങ്ങ് പോകും. പിന്നെ ഒരു ദിവസം അവളുടെ വീട്ടിലോട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ലേ. ഇനി എല്ലാം നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഒഴിയട്ടെ. എന്നിട്ട് രശ്മിയുടെ വീട്ടിലൊക്കെ പോകാം. കുറെ നാളായിട്ട് വിചാരിക്കുന്നത് പോകാനായിട്ട്. പോണോന്ന് വിചാരിക്കുമ്പോ നമുക്ക് ഓരോ പ്രശ്നങ്ങളാണ്. ഇന്നാള് പോകണമെന്ന് വിചാരിച്ച് ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞപ്പോ അവള് അവിടെ നിൽക്കുന്നു. രാവിലെ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയി കേട്ടോ, അവളുടെ വീട്ടിൽ പോകാൻ വേണ്ടി. അപ്പൊ അവള് രാവിലെ കുളിച്ചൊരുങ്ങി വരുന്നു. ഈ കാരൽ എന്ന് പറഞ്ഞ മീൻ അടിപൊളിയാ വെട്ടാനായിട്ട്. അതിനെ ചിറകൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് തലയെ വെട്ടിക്കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. കാരല് കുറച്ച് കണ്ടിച്ചില്ലേ? അത് മതിയല്ലോ നമുക്ക്. കറിയൊക്കെ അത് മതി. നമ്മളിത് ഇത്രയും ഇന്നത്തേക്ക് ഉച്ചക്കത്തെ കറിയൊക്കെയുള്ള മീൻ മാത്രമേ കട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ബാക്കി ഇത് ഇവിടെ ഇരിപ്പുണ്ട്. അത് ഫ്രിഡ്ജിലോട്ട് കഴുകി വെച്ചതിന് ശേഷം നാളെ എടുക്കാൻ നേരത്ത് കട്ട് ചെയ്യും. കാരണം കുടലെല്ലാം കളഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൃത്തിയായിട്ടിരിക്കും, കുറേ നേരം ഇരിക്കും. പക്ഷേ ആ മീൻ്റെ ഇതൊക്കെ വിട്ടു പോകും. അപ്പോൾ വൈകുന്നേരം എടുത്ത് ഒന്നുകൂടെ കട്ട് ചെയ്യാം. കറി വെക്കാൻ പോലെ. അപ്പോൾ കറി വെക്കുന്ന വീഡിയോ അമ്മയുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് അമ്മയുടെ ചാനലൊന്ന് വിസിറ്റ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഇല്ലേ അമ്മ? ഓക്കെ, ഞാൻ അപ്പോൾ അന്ന് ലിജി കൊച്ചിനെ അങ്ങോട്ട് അകത്തോട്ട് ഇത് കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുത്തിട്ട് വരാം. എന്താ കൊടുക്കാൻ? ഫോണോ? ലിജിയുടെ ഫോണിലാട്ടോ അമ്മ വീഡിയോ എടുക്കുന്നത്. ആ കൊടുക്കാം. ഓക്കെ ശരി, അപ്പോൾ ഞങ്ങൾ പിന്നെ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങളിത് ചോറ് കഴിക്കാൻ പോകാം കേട്ടോ. അമ്മ വെച്ച നല്ല കിടിലോസ്കി കായൽ മീൻ കറിയാണ് കേട്ടോ. ഈ ചോറ് ചോറ് കണ്ടോ, എല്ലാം കൂടെ എൻ്റെ കഴിക്കാണെങ്കിൽ 4 പിടി ഉണ്ടാവും. ഇളക്കണ്ടല്ലോ. മീൻ വേണം, മീൻ കൊടുക്കണം. മുള്ള ഞാൻ പറഞ്ഞത് എൻ്റെ പേര് കൈക്ക് 2 പിടി ചോറേ ഉള്ളു. ശരിക്കല്ലേ? ചോറും കഴിക്കുന്ന സാധനം കഴിക്കില്ല. തൈര് കൊടുക്കണ്ട, കവക്കെട്ട് ഇളക്കി കഴിച്ചോ. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ കാണാം കേട്ടോ. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അമ്മയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഉച്ച കഴിഞ്ഞിട്ട് ചെയ്യാം. അത് നിങ്ങളെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഈ ചോറ് കഴിക്കാം. അപ്പോൾ ഞാനും ചോറ് കഴിക്കട്ടെ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.